ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷകരമായ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കേരള PSC പ്രൊഫൈൽ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതിനകത്ത് കുറച്ച് കൺഫർമേഷൻ മെസ്സേജസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും. അതായത് ജൂലൈയിൽ കേരള PSC ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള എക്സാംസിൻ്റെ കൺഫർമേഷൻ മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും വളരെ കാലമായി കാത്തിരുന്ന്, അല്ലെങ്കിൽ നമ്മൾ AEPWD എക്സാം കഴിഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു തുടങ്ങിയ ഒരു എക്സാം ആയിരുന്നു AE ഇറിഗേഷൻ എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാ പ്രാവശ്യവും AE ഇറിഗേഷനും AEPWDയും ബാക്ക് ടു ബാക്ക് തന്നെയാണ് കേരള PSC നടത്താറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് അത് കഴിഞ്ഞാണ് നോട്ടിഫിക്കേഷൻ, എക്സാം ഡേറ്റ് PWDയുടെ വന്നതിന് ശേഷമാണ് നോട്ടിഫിക്കേഷൻ ഇറിഗേഷൻ AE വന്നത്. അതുകൊണ്ട് തന്നെ എക്സാം ഡേറ്റ് നമുക്ക് ജൂലൈയിലാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല, വളരെ കാലമായി ITI യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ മുതൽ ഡിപ്ലോമ, അതുപോലെ തന്നെ BTech MTech ഉള്ളവരെല്ലാം കാത്തിരുന്ന വേറൊരു എക്സാമാണ് LSTD ഓവർസിയർ ഗ്രേഡ് 3. അത് ഇത്തവണ ഡിസ്ട്രിക്റ്റ് വൈസാണ് നമുക്ക് റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, എങ്ങനെയായിരിക്കും റിക്രൂട്ട്മെൻറ്റ്. കഴിഞ്ഞ ലിസ്റ്റിൽ ഒരുപാട് അപ്പോയിൻമെൻറ്റ് നമുക്ക് നടന്നിട്ടുണ്ട്. മാസ് റിക്രൂട്ട്മെൻറ്റ് എല്ലായ്പ്പോഴും സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് വാഗ്ദാനം ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് LSTD. മാത്രമല്ല, LSTDയിൽ ഓവർസിയർ ഗ്രേഡ് 3 ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ജോലിയിൽ കയറ്റിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ജൂലൈ മാസത്തിലെ കൺഫർമേഷൻ പ്രകാരം 3 എക്സാംസ് ആണ് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കുള്ളത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്ന് പോവാം. അതായത് ഈ എക്സാംസ് വന്നു, ഇത് പ്രോമിസിങ് ആണോ, അല്ലെങ്കിൽ ഞങ്ങളിത് പഠിക്കണോ, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ലൈക്ക് അതിൻ്റെ നിങ്ങളുടെ അവസരങ്ങൾ എത്രയാണ്, അല്ലെങ്കിൽ അവസരങ്ങൾ എങ്ങനെയാണ് എന്നറിഞ്ഞ് പഠിച്ചു തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലതല്ലേ. സോ നമുക്ക് നമ്മുടെ എക്സാംസിലേക്ക് പോവാം. അതിൽ ആദ്യത്തെ ആൻഡ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻ, നമ്മൾ കാത്തിരുന്ന നോട്ടിഫിക്കേഷൻ ആയിരുന്നു AE ഇറിഗേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇറിഗേഷൻ AE എക്സാം എന്ന് പറയുന്നത് BTech യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ ഒരു ഗസറ്റഡ് പോസ്റ്റുള്ള ജോബാണ്. നമുക്ക് എക്സാം ജൂലൈ 8-നാണ് വരുന്നത്. അപ്പോൾ ജൂലൈ 8-നാണ് നമ്മുടെ, അതായത് ജൂലൈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് എന്തുണ്ട്, നമ്മുടെ എക്സാം ഉണ്ട്. ജൂൺ 30-ന് നമുക്കൊരു ഓവർസിയർ എക്സാം ഉണ്ട്. ഓവർസിയർ എക്സാംസ് ഫസ്റ്റ് ഗ്രേഡ് ലെവലിലാണുള്ളത്. അപ്പോൾ അന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, പഠിക്കുന്ന സമയത്ത് AE ലെവലിൽ തന്നെ പഠിക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയറിന് വേറെ പ്രിപ്പറേഷൻ ആവശ്യമില്ല. ആ രീതിയിൽ പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു ആഡ് ഓൺ ബെനിഫിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഓവർസിയർ ഗ്രേഡ് 1 ഓറിയൻറ്റഡ് അല്ല AE ആയിട്ട് പഠിച്ചെങ്കിൽ ഒരാഴ്ച വ്യത്യാസത്തിൽ വരുന്ന ഈ ഒരു എക്സാമിന് ഇനി വേറെ തയ്യാറെടുപ്പിൻ്റെ ആവശ്യമില്ല. സോ AE ഇറിഗേഷൻ ജൂലൈ 8-നാണ് നടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പ്രീവിയസ് ലിസ്റ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും കട്ട് ഓഫുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പ്രീവിയസ് ലിസ്റ്റിൽ ടോട്ടൽ പോയ അഡ്വൈസുകൾ എണ്ണം 151. ഓക്കെ, 151 പേർക്ക് നമുക്ക് മൊത്തം അഡ്വൈസ് പോയിട്ടുണ്ട്. അതായത് നമ്മുടെ കഴിഞ്ഞ AE ഇറിഗേഷൻ ലിസ്റ്റിൽ 151 പേർക്കാണ് ജോലി കിട്ടിയത്. ആ AE ഇറിഗേഷൻ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 180 ആണ്. മെയിൻ ലിസ്റ്റിൽ 180 പേരുള്ളതിൽ 151 പേർക്കും അഡ്വൈസ് പോയതാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ എത്ര പേഴ്സൻറ്റേജ്, ഓൾമോസ്റ്റ് നമ്മുടെ ലിസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി 10-30 ആൾക്കാരും കൂടി ആയി കഴിഞ്ഞാൽ മെയിൻ ലിസ്റ്റ് കംപ്ലീറ്റ് ആവും. അത്രയും പേർക്കും ജോലി ലഭിച്ച ഒരു ലിസ്റ്റായിരുന്നു കഴിഞ്ഞ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓപ്പൺ കാറ്റഗറി നമുക്ക് 113ാമത്തെ റാങ്ക് വരെയാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. ലിസ്റ്റ് ഇപ്പോഴും എക്സ്പയർ ആയിട്ടില്ല. നമുക്ക് 2027 നമുക്ക് മെയ് മാസം വരെയാണ്, അതായത് അടുത്ത വർഷം മെയ് വരെ നമുക്ക് നമ്മുടെ ലിസ്റ്റിൻ്റെ കാലാവധിയും കൂടിയുണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ വരുന്ന ഈ 2026, 28 കാലഘട്ടങ്ങളിൽ കുറച്ച് അധികം റിട്ടയർമെൻറ്റ് വേക്കൻസീസും പ്രമോഷൻ വേക്കൻസീസും വരാൻ സാധ്യതയുള്ളതിനാൽ ഈ AE ഇറിഗേഷൻ എന്ന് പറയുന്ന പോസ്റ്റ് കുറച്ചൊരു പ്രോമിസിങ് ആണ്. അപ്പോൾ നിങ്ങൾ പഠിച്ച് തുടങ്ങാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ ഞാൻ 1-2 മാസം കൊണ്ട് കിട്ടും. 3 മാസം നിങ്ങൾ ഇതിനു വേണ്ടി മാത്രം തയ്യാറെടുത്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് കിട്ടും. പക്ഷേ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇന്ന് തുടങ്ങി ഇതേ പേസോ, ഇന്ന് എത്ര പഠിക്കുന്നു, ആദ്യം നമ്മളൊരു കൺഫർമേഷൻ വന്നു അതിൻ്റെ ഒരു ആവേശത്തിൽ പഠിച്ചു തുടങ്ങി നിർത്താനല്ല പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു 2-3 മണിക്കൂർ പഠിക്കുക എന്നുള്ളതല്ല, ഇതിനകത്ത് ഒരു 6-7 മണിക്കൂർ കണ്ടിന്യൂസ്ലി ഇരുന്ന് പഠിച്ചാൽ മാത്രമാണ് ഇറിഗേഷൻ AE പോലെ അല്ലെങ്കിൽ ഏത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി അടുത്ത എക്സാം എന്ന് പറഞ്ഞാൽ കേരള വാട്ടർ അതോറിറ്റിയിൽ ഓവർസിയർ ഗ്രേഡ് 2 അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ആണ്. നമ്മൾ ഇതും കാത്തിരുന്ന ഒരു എക്സാം തന്നെയാണ്. കാര്യം കഴിഞ്ഞ ലിസ്റ്റിൽ നല്ല പ്രോമിസിങ് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ്. കഴിഞ്ഞ ലിസ്റ്റിലും അതുപോലെ തന്നെ അതിൻ്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് എടുത്താലും ജോലി കിട്ടിയ ആൾക്കാരുടെ എണ്ണമൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് എക്സാം വരുന്നത് ജൂലൈ 28 അതായത് ജൂലൈ അവസാനത്തോടു കൂടിയേ വരുന്നുള്ളൂ. ഓവർസിയർ ഗ്രേഡ് 2 വാട്ടർ അതോറിറ്റി ആകുമ്പോൾ മെക്കാനിക്കലുകാർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടതാണ്. പ്രീവിയസ് ലിസ്റ്റിൽ ടോട്ടലി പോയ അഡ്വൈസിൻ്റെ എണ്ണം 503 ആണ്. 503 പേർക്ക് അഡ്വൈസ് പോയി. ആ ലിസ്റ്റിൽ 1517 പേര് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ പകുതിയോളം പേർക്ക് 50% ആൾക്കാർക്കും ജോലി കിട്ടി എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്.
അതായത് 1517 പേര് മെയിൻ ലിസ്റ്റ് ഉള്ളതിൽ 503 പേർക്കും അഡ്വൈസ് പോയിട്ടുണ്ട്. ഓപ്പൺ കാറ്റഗറിയിൽ നമുക്ക് 540 വരെ പോയിട്ടുണ്ട്. ലിസ്റ്റ് ഓൾറെഡി എക്സ്പയർ ആയതാണ്. അപ്പോൾ നമുക്ക് ഇനി വരുന്ന എല്ലാ വേക്കൻസികളും നമ്മളിപ്പോൾ എഴുതുന്ന ഈ പരീക്ഷ പ്രകാരമായിരിക്കും ഫില്ലാവുന്നത്. അത്യാവശ്യം നമ്പർ ഓഫ് വേക്കൻസീസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആൻഡ് വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 2-ൽ നിങ്ങൾക്ക് എത്രത്തോളം ശമ്പളം കിട്ടുമെന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ സാലറി ഡീറ്റെയിൽസ് ഉള്ള ഒരു വീഡിയോ നമ്മുടെ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതും കൂടി കാണുക. സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ എക്സാം, കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 2. ഇനി മൂന്നാമത്തെയാണ് നമ്മളെല്ലാവരും കാത്തിരുന്നത്, LSTD ഗ്രേഡ് 3 ആണ്. ഓവർസിയർ ഗ്രേഡ് 3 എക്സാമാണ്. നമുക്കത് നടക്കുന്നത് ജൂലൈ 29-നാണ്. അപ്പോൾ ജൂലൈ 29 മാസം അവസാനം തന്നെയാണ്. ഇത് ഡിസ്ട്രിക്ട് വൈസ് ആണ്. അതുകൊണ്ട് കഴിഞ്ഞ ലിസ്റ്റുമായി നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്ത് എത്ര പേര് ലിസ്റ്റിൽ വരും ഓരോ ജില്ലയിലും ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ മുന്നേ ഉള്ള ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഈ സ്ലൈഡിൽ ആഡ് ചെയ്യാത്തത്. അപ്പോൾ ജൂലൈ 29 നടക്കുന്ന ഈ ഒരു എക്സാം നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള ഡിസ്ട്രിക്റ്റിലുള്ള വേക്കൻസീസ് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. അതിലിപ്പോൾ ഏത് ജില്ലയിലായിരിക്കും വേക്കൻസി കൂടുതൽ ഉള്ളതിനെക്കുറിച്ചൊന്നും ആർക്കും ആക്ച്വലി വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് ഫോക്കസ്ഡായി നല്ല ഉയർന്ന റാങ്ക് നേടിയെടുക്കുക എന്നുള്ളതാണ്. നല്ല റാങ്ക് അല്ലെങ്കിൽ സിംഗിൾ ഡിജിറ്റ് റാങ്കോ 2 ഡിജിറ്റ് റാങ്കോ ഒക്കെ ഇപ്പോൾ ഡിസ്ട്രിക്ട് വൈസ് ആകുമ്പോൾ സിംഗിൾ ഡിജിറ്റ് ഞാൻ എയിം ചെയ്യുക. സിംഗിൾ ഡിജിറ്റ് റാങ്കൊക്കെ നിങ്ങൾ നേടിയെടുക്കുകയാണെങ്കിൽ ആദ്യത്തെ അഡ്വൈസുകളിൽ തന്നെ ജോലി ലഭിക്കും. സോ LSTD ഗ്രേഡ് 3 ആണ് അടുത്തത്. അപ്പോൾ ഇവിടെ നോക്കിക്കോ, 2 എക്സാം എന്ന് പറയുന്ന IT ലെവലും ഒരെണ്ണം BTech ലെവലും. ജൂൺ 30-ന് നമുക്ക് നടക്കാൻ പോകുന്ന എക്സാം എന്നാണ് ഡിപ്ലോമ ലെവൽ. അപ്പം വിവിധ തരം യോഗ്യതയുള്ള പരീക്ഷകളും വിവിധ പാറ്റേണിലുള്ള പരീക്ഷകളുമാണ് നമ്മൾ നേരിടുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നിങ്ങൾ എങ്ങനെ സ്വിച്ച് ചെയ്ത് പഠിക്കും? നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഇനിയും നമുക്ക് എക്സാംസ് വരാനുണ്ട്. നമ്മുടെ വാട്ടർ അതോറിറ്റി AE വരാനുണ്ട്. ഇനി അടുത്ത വർഷങ്ങളിൽ എക്സാംസ് വരും. പോളിടെക്നിക് ലെക്ചർ ഉൾപ്പെടെ ഒരുപാട് അവസരങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു. അപ്പോൾ എക്സാംസിനെല്ലാം ഒരുമിച്ച് നിങ്ങൾക്ക് തയ്യാറെടുക്കണമെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഫൗണ്ടേഷൻ കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇനിയല്ല AE ബാച്ചസ് മാത്രമായിട്ട് ഇനി വരുന്ന നമ്മുടെ ജൂലൈയിലെ AE എക്സാം മാത്രം ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ AE ബാച്ചസ് നമ്മുടെ എൻട്രിയിൽ അവൈലബിൾ ആണ്. ഓവർസിയർ സ്പെഷ്യൽ ബാച്ചസും നമുക്ക് അവൈലബിൾ ആണ്. സോ കോഴ്സസിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ താഴെയുള്ള ഫോം ഫില്ല് ചെയ്യുക. മാത്രമല്ല നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത് കൺഫർമേഷൻ ലാസ്റ്റ് ഡേറ്റ് മുന്നേ കൊടുക്കുക എന്നുള്ളതാണ്. കൺഫർമേഷൻ നിങ്ങളുടെ പ്രൊഫൈലിലൂടെ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗൗട്ട് ചെയ്ത് വെറുതെ ഇരിക്കാനല്ല, നേരെ പോയി പഠിച്ചു തുടങ്ങുക. ഏത് എക്സാമാണ് നിങ്ങൾക്ക് ഇപ്പോൾ AE എക്സാമിന് തന്നെ ഫോക്കസ് ചെയ്ത് പഠിച്ചോളൂ. അപ്പോൾ AE എക്സാമിന് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ ഗുണങ്ങൾ 2ആണ്. ജൂൺ 30-ൻ്റെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ AE ഇറിഗേഷൻ എക്സാം നിങ്ങൾക്ക് കൂളായിട്ട് നേരിടാനായിട്ട് സാധിക്കും. പിന്നീട് അതിനുശേഷം നമുക്ക് ഒരു മാസത്തോളം അല്ലെങ്കിൽ ഒരു 10-25 ദിവസം നമുക്ക് ഈ സെക്കൻഡ് ഗ്രേഡും തേർഡ് ഗ്രേഡും പഠിക്കാനുള്ള സമയമുണ്ട്. അപ്പം ഈ സെക്കൻഡ് ഗ്രേഡിലും തേർഡ് ഗ്രേഡിലും വരുന്ന എക്സ്ട്രാ വരുന്ന എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, ബിൽഡിംഗ്, ബൈലോസ് പോലെയുള്ള ടോപ്പിക്കുകൾ എല്ലാ ദിവസവും ഒരു മണിക്കൂറിൽ താഴെ സമയം അല്ല അരമണിക്കൂറിൽ താഴെയുള്ള സമയത്ത് നോക്കി പോയിന്റ്സ് എഴുതി വെച്ച് ബാക്കി കിട്ടുന്ന 25 ദിവസം, അതായത് ജൂലൈയിൽ നമ്മൾ AE ഇറിഗേഷൻ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ബാക്കി സമയങ്ങളിൽ അതുകൂടി പഠിച്ച് നമുക്ക് ഈ ഓവർസിയർ ഗ്രേഡ് 2 ഗ്രേഡ് 3 എക്സാംസും ക്രാക്ക് ചെയ്യാം. സോ വരാനിരിക്കുന്ന എല്ലാ അവസരങ്ങളും മിസ്സാക്കാതെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് ഇന്നും തന്നെ പഠിച്ചു തുടങ്ങും. അപ്പം ഇത്രയേ ഉള്ളൂ. കൺഫർമേഷൻ ആരും കൊടുക്കാൻ മറക്കണ്ട, മാത്രമല്ല പഠിക്കാൻ. താങ്ക് യു.